എൻ്റെ സ്കൂട്ടർ ഇങ്ങോട്ട് മറിഞ്ഞു. ഓ. എൻ്റെ വലത്തുകാലെ കൂടെ KSRTC ബസ്സിൻ്റെ ടയർ കയറി ഇറങ്ങി. ഓ. കാരണം ശരിക്കും ഞാൻ മരിക്കേണ്ടതാണ്. ഞാൻ തിരിഞ്ഞ് മറിഞ്ഞിരുന്ന് എൻ്റെ തല കൂടെ ബസ് കയറി തന്നെ. എൻ്റെ കാല് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, ഈ കാലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ കാല് മുട്ടിന് താഴെ മുറിച്ച് കളയാതെ രക്ഷയില്ലെന്ന്. കാല് മുറിഞ്ഞ് ചോര ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ കസ്റ്റമറെ അവിടെ വിളിച്ചിട്ടാണ് പറയുന്നത്, എനിക്ക് ഈ സാധനം A ക്ലാസ് കടയിൽ കൊടുക്കാൻ പറ്റത്തില്ല. 5 ലക്ഷം രൂപ മുതൽ പോയി. 5 ലക്ഷം രൂപ മുതൽ ഡെഡ് സ്റ്റോക്ക് ആയി പോയി. അന്നേരം സാറ് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഭൂമിയിലെ അപ്പനെ ദൈവം വിളിച്ചാലും എനിക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തിരിച്ചടികൾ ഉണ്ടായവർക്ക് ഒരു വലിയ പാഠമായിരിക്കാം താങ്കളുടെ സ്റ്റോറി. ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷേ വീണ് കിടന്നവരാരും തോറ്റിട്ടില്ല, എഴുന്നേൽക്കാത്തവരെ തോറ്റിട്ടുള്ളൂ. ജോലി ചെയ്യുക, ആ ജോലിയിൽ നിന്ന് കിട്ടിയ അനുഭവ സമ്പത്ത് കൊണ്ട് ഒരു സാഹചര്യത്തിൽ സംരംഭത്തിലേക്ക് ഇറങ്ങാനാവുക, ആ സംരംഭം തുടങ്ങിയപ്പോൾ തന്നെ ആർക്കും വരരുതെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ വലിയൊരു തിരിച്ചടി ഉണ്ടാവുക. എന്നാൽ ആ വീഴ്ചയിൽ നിന്ന് ഒരു വൻ തിരിച്ചുവരവ് നടത്തിയ മനസ്സാന്നിധ്യമുള്ള, മനസ്സുറപ്പുള്ള ഒരു നല്ല സംരംഭകന്റെ കഥയാണ് ഇന്ന് സ്പാർക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്ന ഒരു സംരംഭകനാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്, സുഹൃത്തു കൂടിയായ ശ്രീ ഷിൻസ്. ഷിൻസ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സാർ. എൻ്റെ ഈഗിളിൽ വെച്ചിട്ടാണ് ഞാൻ താങ്കളെ പരിചയപ്പെടുന്നത്. ആ കോച്ചിങ് പ്രോഗ്രാമിനിടയ്ക്ക് എന്നോട് മുഴുവൻ കഥയൊന്നും പറഞ്ഞില്ലെങ്കിലും ചുരുക്കി പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി താങ്കൾക്ക് ജീവിതത്തിൽ നിറയെ അനുഭവങ്ങളുണ്ടെന്നും ഒരു സ്പാർക്കുള്ള കഥയുണ്ടെന്നും. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ അന്നേ ചെക്കേറിയതാണ് എന്തെങ്കിലും ഈ ഹോട്ട് സീറ്റിൽ താങ്കളെ കൊണ്ടുവന്നിരുത്തി ഈ പ്രേക്ഷകരോട് താങ്കളുടെ കഥ പ്രസൻറ്റ് ചെയ്യണമെന്ന്. ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ തിരിച്ചടികൾ ഉണ്ടായവർക്ക് ഒരു വലിയ പാഠമായിരിക്കാം താങ്കളുടെ സ്റ്റോറി. താങ്കളുടെ നാട് എവിടെയാണ്? സാർ, എൻ്റെ നാട് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വാകത്താനം എന്ന സ്ഥലത്താണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ ഡിഗ്രി വരെ കോട്ടയം, ചങ്ങനാശ്ശേരി ആ ഭാഗങ്ങളിലാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ MBA കംപ്ലീറ്റ് ചെയ്തത് കോയമ്പത്തൂർ മഹാരാജ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. താങ്കളുടെ പിതാവ് ബിസിനസ്സിലോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? സാറേ, എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജനിച്ച ആ വർഷം തന്നെയാണ് എൻ്റെ ഫാദർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഫാദർ ഒരു വിഷനുള്ളൊരു ബിസിനസ്സുകാരനായിരുന്നു. ഫാദറിന് ഈ സ്പൈസസിൻ്റെ ബിസിനസ്സായിരുന്നു. ഈ കർഷകരിൽ നിന്ന് ഈ ഏലക്ക, ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന ബിസിനസ്സായിരുന്നു. എവിടെയാ തുടങ്ങിയത്? കട്ടപ്പനയിലായിരുന്നു. ജനിച്ച സമയത്ത്? ഞാൻ ജനിച്ച വർഷം തന്നെയാണ് ഫാദർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ബിസിനസ് നല്ല പോകുന്നു. പപ്പായുടെ ബിസിനസ്സിൻ്റെ കഴിവ് കണ്ടിട്ട് പപ്പായുടെ ബിൽഡിംഗ് ഓണറും പപ്പായുടെ ഷോപ്പിൻ്റെ ഓണറും പപ്പായുടെ പാർട്ണറായി. അങ്ങനെ നല്ല നിലയിൽ പൊയ്ക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് പപ്പ ഒരു ജീപ്പ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ആ സമയത്ത് എനിക്ക് 5 വയസ്സ്, എൻ്റെ പെങ്ങൾക്ക് 3.5 വയസ്സ്, എൻ്റെ മമ്മിക്ക് 28 വയസ്സ്. ഒരു ജീവിതത്തിലെ വലിയൊരു തിരിച്ചടിയാണ്. മമ്മിക്ക് ജോലിയുണ്ടോ ആ സമയത്ത്? മമ്മിക്ക് ജോലിയില്ല, ഒന്നുമില്ല. താങ്കൾക്ക് 5 വയസ്സുള്ളൂ, ചെറിയ കുട്ടിയാണ്. പിന്നെ എങ്ങനെയാണ് ജീവിതം പടുത്തുയർത്തിയത്? പിന്നെ ഞങ്ങൾ ആ സമയത്ത് തന്നെ പപ്പ വാകത്താനത്ത് കട്ടപ്പനയിൽ വീടും സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പപ്പ മരിച്ചു കഴിയുമ്പോൾ പിന്നെ സാറിന് അറിയാലോ, ആ വീടിൻ്റെ സ്ഥലത്തിനൊന്നും വില കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ കിട്ടിയ വിലയ്ക്ക് അത് വിറ്റതിന് ശേഷം പപ്പായുടെ നാടായ വാകത്താനത്തോട്ട് പപ്പായുടെ പേരിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഈ പൈസ കൊണ്ട് ചെറിയ വീട് വെച്ചു. പിന്നീട് അങ്ങോട്ട് മമ്മി ട്യൂഷൻ പഠിപ്പിച്ചു. പിള്ളേരെ 5ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കുന്നതായിരുന്നു. അതിനുശേഷം മമ്മിക്ക്, എൻ്റെ പപ്പയുടെ കസിനായ സാവുച്ചായ മമ്മിക്ക് ഒരു മിൽമായുടെ ഒരു കളക്ഷൻ പോയിന്റ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ അവിടെ ഒരു മിൽക്ക് കളക്ട് ചെയ്യുന്ന ഒരു ജോലി മമ്മിക്ക് മേടിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ വരുമാനമാണ് കിട്ടുക. ചെറിയ വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. കാരണം മമ്മിക്ക് നല്ല ഫിനാൻഷ്യൽ പ്ലാനിങ് ഉള്ളത് കാരണം ചെറിയ വരുമാനത്തിൽ ഞങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നു. നിങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ചത് മമ്മി തന്നെയാണ്? ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ചത് അധ്വാനിച്ച് തന്നെയാണ്. അതെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പയുടെ ആക്സിഡന്റ് ക്ലെയിം ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ അഡ്വക്കേറ്റ് അത് പ്രോപ്പറായിട്ട് വാദിക്കാത്ത കാരണം ചെറിയ എമൗണ്ട് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അത് ഞങ്ങൾ തൊടാതെ പലിശ പോലും എടുക്കാതെ ബാങ്കിലിട്ടു. പിന്നെ മമ്മി ജോലി ചെയ്യുന്ന ആ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. ഞാനും ഉണ്ട്, എൻ്റെ സിസ്റ്ററും ഉണ്ട്. എന്നെക്കാൾ 1.5 വയസ്സ് ഇളയതാണ് എൻ്റെ. താങ്കളെ പഠിപ്പിച്ച് ഈ MBA വരെയൊക്കെ പഠിപ്പിച്ചത് മമ്മിയാണ്? മമ്മിയാണ് പഠിപ്പിച്ചത്. സിസ്റ്ററോ? അവള് നേഴ്സിങ്ങിന് പോയി. രണ്ടുപേരും പഠിപ്പിച്ചു. പഠിപ്പിച്ചു. ഓക്കെ. ഈ MBAക്ക് എവിടെയാണ് പഠിച്ചത്?
സാർ ഞാൻ MBA പഠിച്ചത് കോയമ്പത്തൂർ മഹാരാജ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അപ്പം 3 സെമസ്റ്റർ കഴിഞ്ഞിട്ട് 4ാമത്തെ സെമസ്റ്റർ നമുക്ക് പ്രൊജക്റ്റ് ആണല്ലോ. അത് ഞാൻ പ്രാക്ടിക്കലാണ്. ഞാൻ നമ്മൾ കോട്ടയത്ത് ട്രാവൻകൂർ സിംസിലാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്തത്. അപ്പം ആ സമയത്ത് എനിക്കൊന്ന് ഞാൻ ഒരു പ്രാവശ്യം പ്രൊജക്റ്റിന് ഞാൻ പോയുള്ളൂ. അപ്പം ആ ബുധനാഴ്ചത്തെ പത്രത്തിൽ ഒരു വേക്കൻസി കണ്ടു. കേരള ചിത്ര പൈപ്പിൽ സെയിൽസ്മാനെ വേണമെന്ന് പറഞ്ഞൊരു വേക്കൻസി. കേരളചന്ദ്ര പൈപ്പ് അത് എവിടെയാണ്? അത് ശരിക്കും അവരുടെ ഓഫീസ് ചിങ്ങവനത്താണ്. ആ ഒരു PVC പൈപ്പിന്റെ ഇൻഡസ്ട്രിയിലെ നമ്പർ 1 മാനുഫാക്ചറാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്. അവർക്ക് ബിസിനസ് ക്യാഷ് ആൻഡ് ക്യാരി ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മാനേജറെ വേണം, സെയിൽസ് മാനേജർ. അവർക്ക് സെയിൽസ് മാനേജറെ വേണം. അത് പത്രത്തിൽ കണ്ടു. അപ്പം ആ സമയത്ത് സാറിന് ഞാൻ MBA കംപ്ലീറ്റഡ് അല്ല. അപ്പം ജസ്റ്റ് തിയറി ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം മമ്മിയുടെ നിർബന്ധപ്രകാരം ഞാൻ ആ ഇന്റർവ്യൂവിന് പോയി. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് ഈ ജോലി കിട്ടത്തില്ല, കാരണം ഞാൻ MBA കംപ്ലീറ്റഡ് അല്ല. മമ്മി നീ പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ സാറേ ഒരു പെരുന്നാളിലുള്ള ആൾക്കാരുണ്ട്. കാരണം നല്ല പൊസിഷനാണ്, ഏറ്റവും ടോപ്പ് പൊസിഷനാണ് കമ്പനിയുടെ. അപ്പം ഒരു വശത്ത് HR ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, ഒരു വശത്ത് അതിന്റെ ഓണറായ ടിറ്റൻ സാറിന്റെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പം സാറേ അന്നേരത്തെ എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പപ്പ ഇല്ലാതെ വളർന്നത് കാരണം എൻ്റെ കോൺഫിഡൻസ് ലെവൽ 0 ആണ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, ഞാൻ ഒരു പെർഫോമർ അല്ല. അപ്പം ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇന്റർവ്യൂവിന് ചെല്ലുന്നത്. അപ്പം HR ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷുള്ള ചോദ്യങ്ങളും അത് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ പറയുന്നത് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷേ മറ്റേ സൈഡിൽ ടിറ്റർ സാർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഭാഗ്യത്തിന് ഞാൻ ചെന്നത് ടിറ്റർ സാറിൻ്റെ അടുത്താണ്. ടിറ്റർ സാർ മലയാളത്തിലാണ് എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീഡിയോടെ എന്ന് ചോദിച്ചു, പ്രൊജക്റ്റ് ചെയ്യുന്ന കമ്പനിയിലെ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ആ ഇന്റർവ്യൂ കഴിഞ്ഞു ഞാൻ തിരിച്ചു പോന്നു. വലിയ പ്രതീക്ഷയില്ല, കാരണം ഞാൻ MBA കംപ്ലീറ്റ് അല്ലല്ലോ. അപ്പം അടുത്ത ദിവസം വൈകുന്നേരം എനിക്ക് കമ്പനിയിൽ നിന്ന് വീണ്ടും കോൾ വന്നു. HR കോൾ ചെയ്തു, ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് കോൾ ചെയ്തു. അപ്പോൾ ഞാൻ കമ്പനി ചെന്നപ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലായി, ഞാൻ സെലക്ടഡ് ആയെന്ന് മനസ്സിലായി. എൻ്റെ സാലറിയൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തത്. അന്നേരം സാറ് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഭൂമിയിലെ അപ്പനെ ദൈവം വിളിച്ചാലും എനിക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ അനുഗ്രഹം അവിടെ കിട്ടിയെന്നുള്ളത്. കാരണം ഒരു എക്സ്പീരിയൻസ് ഇല്ല, MBA കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. താങ്കൾ നേരിട്ട് മാനേജറായിട്ടാണ് എടുക്കുന്നത്. ഞാൻ ആ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനാണ്. സെയിൽസ് എക്സിക്യൂട്ടീവ് പോലും അല്ല. സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോബ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ കേരളചന്ദ്ര എന്നൊരു വലിയ അന്നേരം അവിടുത്തെ ടേൺ ഓവർ കോടികളിലാണ്. ആ കോടികളുടെ ബിസിനസ് മാനേജ് ചെയ്യണം, സെയിൽസ് എക്സിക്യൂട്ടീവിനെ മാനേജ് ചെയ്യണം, ഡ്രൈവർമാരെ മാനേജ് ചെയ്യണം, പിന്നെ ആ കമ്പനിയുടെ കംപ്ലീറ്റ് ഡെലിവറി മാനേജ് ചെയ്യണം. ഇതാണ് വയസ്സുണ്ട് നിങ്ങൾക്ക്? അന്ന് ശരിക്കും എനിക്ക് 22 വയസ്സ്. 22 വയസ്സിൽ മാനേജർ ആവുകയാണ്. അത് മുകളിലിരിക്കുന്ന അതൊന്നും അത്ര ഉള്ള ജോലിക്കുള്ള കഴിവൊന്നും എനിക്കില്ല സാർ. ഇല്ല. പിന്നെ എന്ത് സംഭവിച്ചു അവിടെ? പിന്നെ ഞാൻ ജോലിക്ക് കയറിയപ്പം എൻ്റെ ജോബ് ഞാൻ പറഞ്ഞു ഇത്രയാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തു. അവരെ സംബന്ധിച്ച് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ്, പേയ്മെൻറ്റ് ക്യാഷ് ആൻഡ് ക്യാരി ആണ് കിട്ടുന്നത്. ഡെലിവറി അവിടുത്തെ ഒരു പ്രശ്നം ഞാൻ കുറച്ച് ജോലി ചെയ്തപ്പോൾ എനിക്കൊരു പെയിൻ പോയിന്റ് മനസ്സിലായി. അപ്പം അവിടുത്തെ ഒരു പ്രശ്നം ഡെലിവറി പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് മുന്നേ വരെയുള്ള സെയിൽസ് മാനേജർമാർ ഒരു തിരുവനന്തപുരം വണ്ടിയൊക്കെ പോകുമ്പം 22ഉം 23ഉം കടകളൊക്കെയാണ് ആ വണ്ടിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഒരു 5-6 കട റിട്ടേൺ വരും. കാരണം ഡ്രൈവർമാർക്കെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല. 5-6 കട റിട്ടേൺ വരും. പിന്നെ ഈ കട തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വെച്ചാൽ ഒരു 1 വീക്ക്, ഒരു 5 ദിവസം 6 ദിവസം കഴിയാതെ ആദ്യം സൂപ്പർവൈസർ പ്രോഡക്റ്റ് റിസീവ് ചെയ്യണം. അതിൻ്റെ കുറേ ഫോർമാലിറ്റി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ബില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 4-5 ദിവസം കഴിയണം. അപ്പം അതെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഈ പോകുന്ന കടകളുടെ എണ്ണം ഒരു 12-13 ആക്കി. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും അവരെല്ലാം കൊടുത്തിട്ട് വരുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, എൻ്റെ സെയിൽസ് മാനേജറുടെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 to 7 ആണ്. എൻ്റെ പെങ്ങൾ ആ സമയത്ത് നേഴ്സിങ്ങിന് പോയി. ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. വീട്ടിലോട്ട് ചെന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അവിടെ ഇരുന്നു. ശരിക്കും ഞാൻ ആ സമയത്ത് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് 10 മണിയാണ് പോയിക്കൊണ്ടിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി പ്രോപ്പറായിട്ട് എല്ലാം ചെക്ക് ചെയ്തു. മറ്റേ ടെലിമാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ട്, അവരെ കൊണ്ട് ഞാൻ നാളെ പോകേണ്ട അത്യാവശ്യക്കാരുടെ ലിസ്റ്റ് എല്ലാം മേടിച്ചു വെച്ചാൽ അതെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് വിട്ടു. കംപ്ലൈൻറ്റുകളുണ്ടല്ലോ, അപ്പോൾ ആ കംപ്ലൈൻറ്റും നെക്സ്റ്റ് ലോഡ് പോകുമ്പോഴത്തേക്ക് അവരുടെ കംപ്ലൈൻറ്റ് പോകണം എന്ന രീതി അങ്ങനെ സെറ്റാക്കി അങ്ങനെ പോയി. അപ്പം അതിൻ്റെ ആ പ്രോപ്പർ ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഗ്രോത്ത് കമ്പനിക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഇരുന്ന വർഷത്ത് തന്നെ സാധാരണ കേരളേന്ദ്ര ഓണത്തിനാണ് ബോണസ് സ്റ്റാഫിന് കൊടുക്കുന്നത്. 1 മാസം സാലറി അവർ കൊടുക്കുന്നത്. ഞാനുള്ള സമയത്ത് അവർ 2 മാസം ബോണസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നല്ല പൊസിഷനിലായിരുന്നു. എത്ര സെയിൽസിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്?
എനിക്ക് തോന്നുന്നത് അവിടെ എനിക്കൊരു 300-ന് മേളിൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. താങ്കൾ മാനേജറാണ്, ഞാൻ മാനേജരാണ്. ഈ ആൾക്കാരൊക്കെ താങ്കളെക്കാളും പ്രായമുള്ള ആൾക്കാരുമായിരിക്കും. അവിടുത്തെ സൂപ്പർവൈസർമാരൊക്കെ 60 വയസ്സ് 55 വയസ്സുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അവിടുത്തെ സൂപ്പർവൈസർമാർ. 22 വയസ്സാണ് ഷിൻസിന്. അതെ. അത് ശരി, അങ്ങനെയാണ് മാനേജ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ. പക്ഷെ അത് വളർന്നു, നന്നായിട്ട് നന്നായിട്ട് വളർന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കിന് ഞാൻ അന്നുള്ള ടേൺ ഓവറിന്റെ എനിക്ക് 4-5 ഇരട്ടി ടേൺ ഓവർ ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് ശരി. അപ്പൊ ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താ? ഇറങ്ങാനുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ടിറ്റൻ സാറാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ടിറ്റൻ സാറിനോടാണ്. ടിറ്റൻ സാറിന്റെ ഫാദറുണ്ട്, കൊച്ചായെന്ന് നിങ്ങൾ വിളിക്കുന്നു, അനിയനുണ്ട്, ടിറ്റൻ സാറുണ്ട്. ഇവർക്കെല്ലാം എന്നോട് വലിയ സ്നേഹമാണ്. കാരണം ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൊച്ചാനാണെങ്കിലും ടെഡിസാനാണെങ്കിലും എല്ലാം സാധിച്ചു തരും. വണ്ടിയൊക്കെ അപ്പൊ ഞാനുള്ള സമയത്ത് തന്നെ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ കേരളത്തിലേക്ക് 7 വണ്ടിയാണ്. അപ്പം സെയിൽ കൂടിയപ്പോൾ വണ്ടി കൂടി. ഞാൻ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 25 വണ്ടിയൊക്കെ ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം സാറേ 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പൊ ആ സമയം കൊണ്ട് താങ്കൾക്ക് അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്. അപ്പം ആ സമയം 4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ അപ്പം എനിക്ക് 27 വയസ്സായി. അപ്പം സാറേ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് രക്ഷപ്പെടണം എങ്ങനെയും. കാരണം നാട്ടിലെ ഒരു ജോലി കൊണ്ട് നമുക്ക് ഒരു പരിധിക്കുള്ള എങ്ങും എത്താൻ സാധിക്കത്തില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു, ഗൾഫിന് പോകാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്കിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ റിസൈൻ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ സാറ് എന്നെ ഈഗിളി പഠിപ്പിച്ച ഞാൻ ശരിക്കും ഒരു പ്ലെയർ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ റിസൈൻ ചെയ്യാവുന്ന രീതി സാറിന് മുറി ചെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് വിട്ട് കരഞ്ഞു പോയി അവിടെ നിന്ന്. കാരണം ഞാൻ എൻ്റെ സ്വന്തം കമ്പനി പോലെ മാനേജ് ചെയ്തവർ പറഞ്ഞാൽ എനിക്ക് വേറെ നിവൃത്തിയില്ല. അപ്പം ഞാൻ അവിടുന്ന് ടീച്ചർ സാർ പറഞ്ഞു പോണോ ക്ഷണിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാറേ പോകാൻ പറ്റത്തില്ല, കാരണം എൻ്റെ അവസ്ഥ ഏതാകുമ്പോൾ ഓക്കെ നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി. അപ്പം ഞാൻ എനിക്ക് ഗൾഫിന് പോകണം. അപ്പം ഞാൻ ഒരു പത്രത്തിൽ പരസ്യം കണ്ടു, അവിടെ ഗൾഫിൽ ദുബായിലൊരു ജ്വല്ലറിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവിനെ വേണമെന്നൊരു വേക്കൻസി കണ്ടു. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ദുബായിൽ എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. എനിക്ക് അവിടെ വിസിറ്റിങ്ങിന് ചെന്ന് നിന്ന് ജോലി തപ്പാൻ ആരുമില്ല. അവിടെ ഒരു റെക്കമെൻഡിൽ ജോലി മേടിച്ചു തരാനും ആരുമില്ല. എനിക്ക് ആ ഒരു അവസ്ഥയാണ് എൻ്റെ. അപ്പം ഞാൻ ആ ജോലിക്ക് ശരിക്കും സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്, ഏറ്റവും താഴ്ന്ന പോസ്റ്റാണ് അവിടുത്തെ. അപ്പം ഞാൻ വിചാരിച്ചു ദുബായിൽ ഒരു കമ്പനി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം മിനിമം നിൽക്കണം, എന്നാലും വിസ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ 2 വർഷം മതിയല്ലോ. അപ്പം 2 വർഷം കഴിഞ്ഞ് കേരളത്തിലെ ഏറ്റവും നല്ല പോസ്റ്റ് സെയിൽസ് മാനേജർ പോസ്റ്റിൽ അവിടെ നിന്ന് എനിക്ക് ജോലി കിട്ടുമല്ലോ. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ കയറി പോകുന്നത്. സാർ ഞാൻ ഇവിടുന്ന് ദുബായി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടുത്തി പോലെ 2 കാര്യങ്ങൾ മനസ്സിലായി. ദുബായ് നമുക്ക് നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ അവിടുത്തെ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് നടക്കില്ല. പിന്നെ ഗൾഫ് എക്സ്പീരിയൻസ് മസ്റ്റാണ്. അപ്പൊ ഇത് ഇല്ലാതെ ഒരു ജോലി കിട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ഞാൻ ശരിക്കും മാനസികമായി തകർന്നു പോയി. ഒരു ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ എൻ്റെ ഒരു അവസ്ഥ. അപ്പം അതുവരെ പ്ലെയർ ആയി ഞാൻ നേരെ സി പ്ലെയർ ആയിപ്പോയി. അപ്പം നല്ലൊരു പെർഫോമൻസ് നോൺ പെർഫോമർ ആയി പറഞ്ഞ പോലെ. കാരണം ഇവിടെ മാനേജറായി രാജാവായിരുന്ന ആളാണ്. അതെ. അവിടെ ചെന്നൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് കടയിലെ. അതെ. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഞാൻ 1 വർഷം കഴിഞ്ഞു, ലീവിന് ഞാൻ നാട്ടിൽ വന്നു. അപ്പം വീട്ടിൽ എൻ്റെ കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു പെണ്ണ് കാണാൻ പോയി. ആദ്യം പെണ്ണ് കണ്ട എൻ്റെ വൈഫിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു. 6 മാസം പിന്നെ ഞാൻ കല്യാണത്തിന് മുമ്പേ 6 മാസം കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തു. അപ്പം ഞാൻ തിരിച്ച് ദുബായി പോയിട്ട് 6 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. എൻ്റെ കല്യാണം നടന്നു. എൻ്റെ വൈഫിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവർ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. 3 പെമ്പിള്ളാണ്. അതിൻ്റെ മൂത്ത ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. പ്രത്യേകിച്ചും അവർക്കൊരു ആമ്പിള്ള ഇല്ലാത്ത കാരണം അവർക്കൊക്കെ എന്നോട് വലിയ സ്നേഹമാണ്. പപ്പായ്ക്കാണെങ്കിലും മമ്മിക്കാണെങ്കിലും എന്നെ വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും ആ കല്യാണത്തിന് ശേഷം ഞാൻ ഗൾഫിന് പോയി. പിന്നീട് ലൈസൻസ് എങ്ങനെയും എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ആഫ്റ്റർനൂൺ ഞങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ലൈസൻസിൻ്റെ ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ അവിടെ ചെന്നു. എനിക്ക് കുറച്ച് നാൾ ഞാനത് പഠിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് സാർ ദുബായ് ലൈസൻസ് പറഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. നല്ല ചിലവാണ്. നല്ല ചിലവ്. എനിക്കൊന്ന് 5,000 ദിറംസ് ആണ് ഒരു ഒറ്റയടിക്ക് കിട്ടുന്ന ആൾക്ക് മേടിക്കുന്നത്. എനിക്കധികം സാലറി ഇല്ല അവിടെ. അപ്പം അധികം പൈസ ഇല്ല. 5,000 ദിറംസേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ക്ലാസ്സിന് പോയി. ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി. വെരി ഗുഡ്. കാരണം ദൈവത്തിന് എൻ്റെ അവസ്ഥയാണ്. കാരണം എനിക്ക് ഒന്ന് ഫെയിലായാൽ എനിക്ക് ഒരു നിവൃത്തിയില്ല. കാശ് പോകുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെ ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി. ഞാൻ ആ ദുബായ് ചെന്നിട്ട് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ അത്. അങ്ങനെ പിന്നെ ഞാൻ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. 1 മാസം കൊണ്ട് എനിക്കൊരു ജോലി കിട്ടി. ഒരു സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ കമ്പനിയിലാണ്. അപ്പം അത്യാവശ്യം നല്ല സാലറി പറഞ്ഞു. അപ്പം അവിടെ വിസ മാറണമല്ലോ. അപ്പം വിസ മാറാൻ വേണ്ടി ഞാൻ നാട്ടിലെത്തി. ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടും കമ്പനിയിൽ നിന്ന് വിസ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ച് അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കമ്പനി റിസപ്ഷനാണ്. അപ്പം നിങ്ങൾക്ക് ജോലി ഇപ്പം ഞങ്ങൾക്ക് തരാൻ സാധിക്കത്തില്ല. നിങ്ങൾ കയറി വന്നാലും നിങ്ങൾക്ക് സാലറി തരാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അത് കാരണം നിങ്ങൾ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു.
അപ്പൊ ആ ജോലി ഉള്ളതും പോയി, ഇതും കിട്ടാണ്ടായി. അതും കിട്ടാതായി. സാറേ എനിക്ക് ലൈസൻസ് കിട്ടി, ഞാൻ ഒരു പ്രാവശ്യം പോലും ദുബായ് വണ്ടി ഓടിച്ചിട്ടില്ല. ലൈസൻസ് അതുപോലെ ഉണ്ട്. സന്തോഷത്തോടു കൂടി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നേ ഉള്ളൂ. ജോലി കിട്ടിയിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. ആ. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്നു. അപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് BSc നേഴ്സാണ്. അവൾക്ക് സൗദി MOH ജോലി കിട്ടി. അവൾ അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിച്ചു. അവൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ എനിക്കും അവിടെ അടുത്ത് സൗദിയിൽ ജോലി പോയി കിട്ടുമല്ലോ. ഫാമിലിയായിട്ട് താമസിക്കാമല്ലോ. ആ. അങ്ങനെ ഞാൻ വിചാരിച്ചു. അവൾ പോയി. അവൾ അവിടെ ചെന്ന് 6 മാസം കഴിഞ്ഞ് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ചെറിയ പ്രശ്നത്തിൽ അവൾക്ക് ആ ജോലിക്ക് തിരിച്ചു പോരേണ്ട വന്നു. അങ്ങനെ വന്നപ്പം എനിക്കും ജോലി ഇല്ലാതായി, അവൾക്കും ജോലി ഇല്ലാതായി. ഞങ്ങൾ വീണ്ടും പെട്ടു. ഞങ്ങൾ നാട്ടിൽ നിന്നു. നാട്ടിൽ നിന്നൊരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും ഒരു വേക്കൻസി നാട്ടിൽ കണ്ടു. നാസ്കോറ്റൈസ് എന്നൊരു കമ്പനിയിൽ ബ്രാഞ്ച് മാനേജർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കണ്ടു. അരൂരാണ് ബ്രാഞ്ച് ഉള്ളത്. അപ്പം എനിക്ക് ആ ജോലി കിട്ടി. ഞാനും വൈഫും കൂടെ അരൂരോട്ട് ഒരു വീടൊക്കെ എടുത്ത് ഞങ്ങൾ ഫർണിച്ചറും എല്ലാം സെറ്റാക്കി ഞങ്ങളവിടെ താമസം തുടങ്ങി. ജോലിയും വണ്ടി കൂടത്തിൽ പോന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്നെ നമ്മുടെ ആദ്യത്തെ ടീച്ചർ സാർ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിൽ സാർ എന്നെ വിളിച്ചു, പറഞ്ഞു ഷിൻസ തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു സാറേ ഞാനിവിടെ ഫാമിലിയായിട്ട് സെറ്റായിട്ടിരിക്കുക. സെറ്റായിപ്പോയി. കാരണം ഞങ്ങൾ ആ സമയത്ത് സാർ ഞാൻ വീട് എടുത്തു, സാധനങ്ങളെല്ലാം മേടിച്ചു. അപ്പം ഞാൻ സെറ്റിലായിട്ടിരിക്കുക സാറേ എന്ന് പറഞ്ഞു. അപ്പം സാർ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും എനിക്ക് തോന്നുന്നൊരു 4-5 മാസം കഴിഞ്ഞ് ടീച്ചർ സാർ വീണ്ടും വിളിച്ചു, ഷിൻസ നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ടീച്ചർ സാർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് സ്നേഹം പറ്റില്ല സാറിനോട്, ആ ജോലി ചെയ്ത സമയത്തും ഇപ്പോഴും. അപ്പം ഞാൻ സാറിൻ്റെ വാക്ക് എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ സാർ അന്ന് അവിടെ തിരിച്ച് റീജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ വീടും ഒക്കെ ഉപേക്ഷിച്ച് സാധനങ്ങളൊക്കെ OLX വിറ്റിട്ട് ജോലി രാജിവെച്ചു. ഞാനും വൈഫും കൂടെ നാട്ടിൽ പോയി. കേരളത്തിലെ ഓഫീസിൽ ചെയ്യാൻ എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു ചെന്നു. 1 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്യാമെന്നാണ് ഞാൻ ടീച്ചർ സാറിനോട് പറഞ്ഞത്. അപ്പം എനിക്ക് ഒന്ന് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു 3 ദിവസത്തിന് മുമ്പേ സാറിൻ്റെ ഒരു മെസ്സേജ് എൻ്റെ ഫോണിൽ വന്നു, ഷിൻസെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല, ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം എന്താ പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു. കാരണം ടീച്ചർ സാറിനോട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളി എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം എനിക്കൊരു ജോലി തന്ന മനുഷ്യനാണ്. അപ്പം എന്തെങ്കിലും തക്കതായ കാരണം ഇല്ലാതെ വരത്തില്ല. അപ്പം അങ്ങനെ ഞാൻ ഓക്കെ സാറെന്ന് അയച്ചു. വീണ്ടും ഞാനും വൈഫും നാട്ടിൽ പെട്ടുപോയി. വീണ്ടും ജോലി പോയി. വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ജർമ്മ സാനിറ്ററി വെയർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ക്യാബിനറ്റ് വാഷ് ബേസൻ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഹോൾസെയിൽ ചെയ്യുന്നൊരു കമ്പനി ASM ആയിട്ട് ജോലി കിട്ടി. കോട്ടയം ഡിസ്ട്രിക്റ്റും ഇടുക്കി ഡിസ്ട്രിക്റ്റും ആയിരുന്നു എൻ്റെ ജോലി. അപ്പം ഞാനിങ്ങനെ ജോലിക്ക് കയറി അങ്ങനെ പോയി. അപ്പം അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളായത് കാരണം എന്തെങ്കിലും ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് റീഓർഡർ വന്നെങ്കിൽ ഇത്ര സമയം എടുക്കും. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഈ കടങ്ങൾ ഓൾറെഡി ഈ സാധനങ്ങൾ കട ഡിസ്പ്ലേ വെച്ചേക്കുവാണല്ലോ. അങ്ങനെ കസ്റ്റമർ വരുമ്പോഴത്തേക്കിന് ഈ കടക്കാർ ഓർഡർ വരുമ്പോഴത്തേക്കിന് ചിലപ്പോൾ ഈ സാധനം കൊടുക്കാനില്ല. അങ്ങനെ വരുമ്പോഴത്തേന് കസ്റ്റമർ പ്രശ്നമായി. അങ്ങനെ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മടുത്തുപോയി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വിചാരിച്ചു ഇനി ഞാനൊരു ജോലി ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഒരു ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം എന്തെങ്കിലും അപ്പോഴേ എൻ്റെ ആഗ്രഹം സാറേ എനിക്ക് രക്ഷപ്പെടണം, എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം. കാരണം കേരളചന്ദ്രൻ ഞാൻ ഹാപ്പിയായിരുന്നു. ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെയിൽസിന്റെ ഏറ്റവും ഹെഡ് പൊസിഷനാണ്. എൻ്റെ കമ്പനി പോലെ തന്നെ ഞാൻ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു പ്രശ്നം എനിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു മനസ്സൊന്നും കിട്ടിയിട്ടില്ല. അത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോഴും എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങിയാലും ഞാൻ ഹാപ്പി ആകത്തുള്ളൂ. ഞാൻ ഹാപ്പി അല്ല സമയത്ത്, സ്വന്തമായിട്ട് തുടങ്ങിയാലും ഞാൻ ഹാപ്പി ആകത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊരു പുതിയൊരു ബിസിനസ് തുടങ്ങി. എൻ്റെ ബ്രാൻഡിൻ്റെ പേര് കാരോൺ എന്നാണ് എൻ്റെ ബ്രാൻഡ്. ഈ ബ്രാൻഡ് ഞാൻ ഇട്ടത് എൻ്റെ ഫാദറിൻ്റെ പണ്ടത്തെ ബിസിനസ്സിൻ്റെ പേര് കാരോൺ സ്പൈസ് ആയിരുന്നു. അപ്പം ആ പേര് തന്നെ ഞാൻ കടമെടുത്ത് കാരോൺ എന്നാക്കി. സാറേ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. എന്തൊക്കെയാണ് സാർ? ഞാൻ ഒരു ബ്രാൻഡിന്റെ അണ്ടറിൽ മാത്രമേ ഞാൻ സാധനം കൊടുക്കത്തുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. സ്വന്തം ബ്രാൻഡ്, വേറെ കമ്പനിയുടെ സാധനം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ല. അപ്പം പിന്നെ ഒരു 100 വർഷത്തിലധികം എന്റെ കമ്പനി നിൽക്കണം, അടുത്ത തലമുറയ്ക്ക് കൈമാറണം. എന്റെ കാലശേഷം എന്റെ മോനും ഇത് നടത്താൻ പറ്റണം. അപ്പൊ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കണം, സർവീസ് കൊടുക്കണം. പിന്നെ കേരളചന്ദ്രയിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രോപ്പർ ഡെലിവറി കൊടുക്കണം. ജർമ്മനിയിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഷോർട്ടേജ് വരാൻ പാടില്ല. പിന്നെ എനിക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിൽ 31-ാം തീയതി സാലറി കൊടുക്കണം. കാരണം ഞാനും ജോലിക്ക് ഇരുന്ന ആളാണ്. കാരണം നമുക്കറിയാം ഒരു മാസം അധ്വാനിച്ചിട്ട് അവർക്ക് അവസാനത്തെ ദിവസം സാലറി കൊടുക്കണം. ഇത്രയും വാല്യൂസ് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്താണ് ഉൽപ്പന്നം, എന്തിലോട്ടാണ് ഇറങ്ങിയത്? ഞാൻ ആദ്യം ഈ ജർമ്മനിയിൽ എനിക്ക് ഫീൽഡ് വർക്ക് ആയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് കടകൾ പരിചയമുണ്ട്. അപ്പം ആ ഒരു ഇതിന്റെ പുറത്ത് ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ഈ ബാത്റൂം മിററുകളുണ്ടല്ലോ, ബാത്റൂമിൽ വെക്കുന്ന വെറും പ്ലെയിൻ മിററുകൾ, ഇത് സപ്ലൈ ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് A ക്ലാസ് ഷോപ്പുകളാണ്.
പ്രീമിയം ഷോപ്പുകളാണ് ഞാൻ ഇന്നലെ വാലിസിൻ്റെ അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പ്രീമിയം ഷോപ്പിൽ എനിക്ക് കയറണം, അതാണ് എൻ്റെ ലക്ഷ്യം. ആ. അങ്ങനെ ഞാൻ ആ മിററിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കുറേ മാനുഫാക്ചറെ തപ്പി, പക്ഷേ എനിക്ക് ആ ഒരു നല്ല റേറ്റ് എനിക്ക് ഇങ്ങൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ തപ്പി പഞ്ചാബിലൊരു സപ്ലയർ എനിക്ക് കിട്ടി. അപ്പം അവർ റേറ്റ് നോക്കിയിട്ട് എനിക്ക് ആ റേറ്റ് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാനത് സാധനം സാമ്പിൾ വരുത്തി, സാമ്പിളെല്ലാം പക്ഷെ നല്ലതായിരുന്നു. ഇപ്പൊ ഇതിന് ഈ ബിസിനസ് തുടങ്ങാൻ പൈസ ബിസിനസ് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേരളത്തിൽ നിന്ന സമയത്ത് ഞാൻ കുറച്ച് ലോൺ എടുത്തിട്ട് എൻ്റെ വീട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ. അപ്പം ആ ലോൺ പ്രോപ്പറായിട്ട് അടയ്ക്കുന്ന കാരണം ബാങ്കുകാർ എനിക്ക് ടോപ്പ് ലോൺ തന്നു. ഓ. അത് കുറച്ച് കിട്ടി. പിന്നെ എൻ്റെ വൈഫിൻ്റെ ഗോൾഡ് കുറച്ച് ഞാൻ വിറ്റു, ആ. ഞങ്ങൾ കുറച്ച് പണയം വെച്ചു. എന്നിട്ട് ഞാനൊരു ബൊലേറോ ജീപ്പ് എടുത്തായിരുന്നു. സാധനം കൊണ്ടുപോവാ, അപ്പം അവരെനിക്ക് കാറില്ല, അപ്പൊ സാധനം കൊണ്ടുപോകാൻ ലക്ഷ്യത്തിന് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് അതിന് നടക്കത്തെ സീറ്റ് എടുത്ത് മാറ്റിയിട്ട് അതിലാണ് സപ്ലൈ ഞങ്ങൾ കൊടുക്കുക. സപ്ലൈ കൊടുത്തത്. അതാണ് ഞങ്ങൾ ഡെലിവറി പ്ലാൻ ചെയ്തത്. അങ്ങനെ അതാണ് ഞാൻ ഫണ്ടായിട്ട് കരുതിയത്. അങ്ങനെ ഞാൻ പഞ്ചാബിൽ നിന്ന് എനിക്ക് സാമ്പിൾ വന്നു. അതനുസരിച്ച് ഒരു 5 ലക്ഷം രൂപയുടെ സാധനം ഓർഡർ ചെയ്തു. അപ്പം 5 ലക്ഷം രൂപയുടെ സാധനം വരും. ഞാനും ഉണ്ട്, വൈഫും ഉണ്ട്. ഞങ്ങൾ ഗോഡൗണൊക്കെ എടുത്ത് സാധനം വന്ന ഉടനെ ഞങ്ങൾ റെഡിയാണ് വിൽക്കാൻ. അപ്പം ഈ സാധനം വന്ന് തടി ബോക്സ് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കിന് വീണ്ടും വലിയൊരു തിരിച്ചടി. ഈ സാധനം ഫുള്ള് സൈഡ് മുഴുവൻ പൊട്ടിയിരിക്കുക. എന്തോ ട്രാൻസ്പോർട്ടേഷനിലെ പ്രശ്നമാണെന്ന് തോന്നുന്നു. സൈഡ് മുഴുവൻ പൊട്ടി, അത് ഭയങ്കര സ്ക്രാച്ചും ഒക്കെ ആയിട്ട് എനിക്ക് ഈ സാധനം എ ക്ലാസ് കടയിൽ കൊടുക്കാൻ പറ്റത്തില്ല. 5 ലക്ഷം രൂപ മുതൽ പോയി. 5 ലക്ഷം രൂപ മുതൽ ഡെഡ് സ്റ്റോക്ക് ആയി പോയി. ആ സമയത്ത് തന്നെ ഞാൻ ബോംബെയിൽ നിന്ന് എനിക്ക് കുറച്ച് ഒരു ലക്ഷം രൂപയുടെ സാധനം, കുറച്ച് മിറർ വന്നിട്ടുണ്ടായിരുന്നു. ആ സാധനം നല്ല 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 സാധനമായിരുന്നു. മിറർ പ്ലെയിൻ മിറർ അല്ല, മിറർ ഡിസൈനുകളുള്ള മിററുകൾ. അപ്പം ഈ സാധനം വന്നു. അപ്പം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എനിക്ക് വേറെ ഫണ്ടും ഇനിയില്ല. അപ്പം ഞാൻ ഈ സാധനമായിട്ട് കടകളിൽ കാണിക്കാൻ തുടങ്ങി. അപ്പം എ ക്ലാസ് കട ചെന്നപ്പോഴത്തേക്കിന് ഇവർ ഈ സാധനം കണ്ടു. ഓൾറെഡി ഒന്നുകിൽ ഏതൊരു സപ്ലയർ ഈ സാധനം ഇവർ കൊടുക്കുന്നുണ്ട്, അല്ല ചിലർ പറഞ്ഞ് ഈ ഡിസൈൻ ഔട്ടായ ഡിസൈനാണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എ ക്ലാസ് കടയിൽ ഈ സാധനം കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ ബി ക്ലാസ് കടയിൽ പോയി കുറച്ച് കടക്കാരെൻ്റെ സാധനം എടുത്തു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഫസ്റ്റ് മാസത്തെ ടേൺ ഓവർ 23,000 രൂപയാണ് ശരിക്കും, ഫസ്റ്റ് ടേൺ ഓവർ എൻ്റെ ഒരു മാസത്തെ. അങ്ങനെ ഞാൻ ഈ സാധനമായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഞാൻ തലവലപ്പറമ്പിൽ ഒരു ടൈൽ കട ചെന്നപ്പോഴത്തേക്കിന് അവിടുത്തെ മാനേജർ ഇരുന്ന് വിഷമിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ ഞാൻ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതിൻ്റെ പേര് ഗ്ലാസ് ബ്ലോക്ക് എന്നാണ്. ഗ്ലാസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ സാറേ, ഈ ഹോളോബ്രിക്സ് പോലെ ഗ്ലാസിനൊരു കട്ടയാണ്. നമുക്കിത് വെച്ച് നമുക്ക് വാൾ പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ വെളിച്ചം കയറാൻ, ഇപ്പോൾ ഏതൊരു റൂമിൽ വെളിച്ചം കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭിത്തിക്ക് ഇത് കുറച്ച് വെച്ചോട്ട് കണ്ടിട്ടുണ്ട്. സീലിംഗ് വരെ നമുക്ക് ചെയ്യാം. അങ്ങനെ നല്ലൊരു പ്രോഡക്റ്റാണ്. പുള്ളി ഇങ്ങനെ വിഷമിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരു ഒരു ഇത് കിട്ടി, സ്പാർക്ക് അവിടെ കിട്ടി. ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്ന ഇവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാ കടയ്ക്ക് ഇത് തന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ. ഈ സാധനത്തിന്റെ എന്തോ സപ്ലൈ പ്രോപ്പർ അല്ലാതിരിക്കുമോ, സാധനം കിട്ടാതിരിക്കുമോ എന്തോ ആണ് പ്രശ്നം. അങ്ങനെ ഞാൻ ബോംബെയിൽ ഞാൻ മിറർ എടുത്ത പുള്ളിക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് അയച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് സപ്ലയറെ കണ്ടുപിടിച്ചു ബോംബെയിൽ നിന്ന്. എന്നിട്ട് ഞാൻ ഈ സാധനം വരുത്തി ഏതാണ്ട് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഈ തലവലപ്പറമ്പിനെ കടയ്ക്ക് 120 പീസ് ഞാൻ കൊണ്ട് കൊടുത്തു. അപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റായി. പിന്നെ ഈ പ്രോഡക്റ്റായിട്ട് ഞാൻ കടകളിൽ ചെന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഗണത്തിൽപ്പെട്ട കുറേ പ്രോഡക്റ്റുകളാണ് ഗ്ലാസ് പില്ലർ എന്ന് പറയും. അതിൻ്റെ സെഗ്മെൻറ്റിൽ പെട്ട പ്രോഡക്റ്റാണ്. ഈ ഗ്ലാസിൻ്റെ തൂണാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ബബിൾസ് ആണ്. മേളിൽ നമുക്ക് ഏതെങ്കിലും തടി ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ സാധനം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് കൊടുത്താൽ ഈ ലൈറ്റ് ഇതിൻ്റെ അകത്തോട്ട് കയറും. ഏത് കളറും അതിൻ്റെ അകത്ത് കയറും. ഈ ലൈറ്റിൻ്റെ കളർ അനുസരിച്ച് ഇതിനകത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ആ സാധനം വന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ എക്സിബിഷൻ ചെയ്തപ്പോഴത്തേക്കിന് ഒരു പ്രോഡക്റ്റ് കണ്ടു, മിറർ തന്നെ ലൈറ്റ്, അതായത് LED മിറർ എന്നാണ് ആ പ്രോഡക്റ്റിൻ്റെ പേര്. ഈ മിററിൻ്റെ അകത്ത് ലൈറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിൻ്റെ സെൻസർ ബട്ടൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് കത്തും. അതൊരു അന്ന് ആ കേരളത്തിൽ ആ പ്രോഡക്റ്റ് വളരെ റെയറായിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പം ഞാൻ ആ പ്രോഡക്റ്റ് ഞാൻ കണ്ടു. ഞാൻ ആ പ്രോഡക്റ്റ് കുറച്ച് വരുത്തി. എന്നിട്ട് ഞാൻ സാറ് കേട്ടിട്ടുണ്ടോ ഈ പൈറ്റക്കുളം മാർബിൾസ് എന്ന് പറഞ്ഞു? പൈറ്റക്കുളം മാർബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടൈൽ ആൻഡ് സാനിറ്ററി വെയറിൻ്റെ കേരളത്തിലെ ഒരു അത്യാവശ്യം നല്ലൊരു ടോപ്പ് നിൽക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഈ പൈറ്റക്കുളം മാർബിൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂത്താട്ടോളത്താണ്. കൂത്താട്ടോളത്തുണ്ട്, കോതമംഗലത്തുണ്ട്. ഈ പൈറ്റക്കുളം മാർബിൾസിൽ ഈ ആൾക്കാർ ചെല്ലുന്നത് കജാറിയുടെ സൊമാനിയുടെ സാധനം മേടിക്കാൻ വേണ്ടിയല്ല, പൈറ്റക്കുളത്ത് ഈ സാധനം ഇരിക്കുന്നതുകൊണ്ടാണ് ഈ കസ്റ്റമർ. അതുപോലെ ലെഗസിയുള്ള ഷോപ്പാണ്. അവരുടെ സാനിറ്ററി സെഗ്മെന്റ് ആണ് VTJ ഹോം ടെക് എന്ന് പറയും, കൂത്താട്ടോളത്താണ്. അവിടെ അതിൻ്റെ ഓണർ ജോജി സാർ. ഇപ്പോൾ ജോജി സാറിനെ ഞാൻ ഈ പ്രോഡക്റ്റ് ഞാൻ കൊണ്ട് കാണിച്ചു. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ആൻറ്റിക് മിറർ എന്നൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റിക് മിറർ എന്ന് പറഞ്ഞാൽ സൈഡിലൊക്കെ ആൻറ്റിക് വർക്ക് ചെയ്ത ഒരു പഴമയുടെ ഒരു തോന്നിക്കുന്ന മിറർ. ജോയി സാറിനെ ഞാൻ സാമ്പിൾ കാണിച്ചു. ഇതിന് മുമ്പ് ഞാൻ ഡിസൈൻ മിറർ ജോയി സാറിനെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഓൾറെഡി ആ സാധനം ഉള്ളത് കാരണം സാർ അത് എടുത്തില്ല. അപ്പോൾ എൻ്റെ ഈ ആൻറ്റിക് മിറർ കണ്ടപ്പോൾ സാറിന് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാർ എനിക്ക് 10 പീസിൻ്റെ ഓർഡർ വന്നിട്ട് പറഞ്ഞു, ഷിസ ഞാൻ ഇപ്പം ഇത്ര ഓർഡർ തരാം,
ഇനിയും നിന്റെ വണ്ടി നിറച്ച് സാധനം ഇവിടെ വരാൻ ഇടയാട്ടെന്ന് പറഞ്ഞു. ആ. അങ്ങനെ സാർ അനുഗ്രഹിച്ചാൽ വിട്ടു. അപ്പം ഓ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പൈറ്റക്കുളം വിറ്റിജ ഹോം ടെക്കിൽ ഒരു വണ്ടി ഞങ്ങളുടെ പിക്കപ്പ് നിറച്ച് സാധനം അവർക്ക് പോകുന്നു. വെരി ഗുഡ് അപ്പോൾ അത് വരുന്ന അത് കഴിഞ്ഞിട്ട് വരുന്ന സാധനങ്ങളൊക്കെ സാറ് എൻ്റെ എടുക്കാൻ തുടങ്ങി. വെരി ഗുഡ്. ഓൾമോസ്റ്റ് പൈറ്റക്കുളത്തിൽ നല്ല രീതിയിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൈറ്റക്കുളം എനിക്ക് പൈറ്റക്കുളത്തിൻ്റെ വിറ്റിജ ഹോം ടെക്കിൽ ഞങ്ങൾ കയറി. പിന്നെ എനിക്ക് കിട്ടിയൊരു പ്രീമിയം ഷോപ്പാണ് CB ട്രേഡേഴ്സ് എന്ന് പറയും. CB ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ലയിലെ നല്ലൊരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രീമിയം ഷോപ്പ് കസ്റ്റമർ വരുന്നൊരു ഷോപ്പാണ്. ആ. 50 വർഷം ലെഗസിയുള്ള ഷോപ്പാണ്. അവർ ഹോൾസെയിലൊക്കെ ആയിട്ട് 50 വർഷം അവർക്ക് ലെഗസിയുള്ള ഷോപ്പാണ്. അതിൻ്റെ ഓണർ ശങ്കർ സാറ്. ഞാൻ എനിക്ക് തോന്നുന്നു അവരുടെ സെഗ്മെൻറ്റ് സാനിറ്ററി ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഇലക്ട്രിക്കലുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ഉണ്ട്. ജാഗോറൊക്കെ ഉണ്ട് അവിടെ. അത്യാവശ്യം നല്ല പ്രോഡക്റ്റുള്ള ഒരു ഷോപ്പാണ്. ഞാൻ ശങ്കർ സാറിനെ എൻ്റെ പ്രോഡക്റ്റ് ഞാൻ കൊണ്ട് കാണിച്ചു. സാറിനൊക്കെ എന്ന് പറഞ്ഞാൽ ആ എക്സ്പീരിയൻസ് കൊണ്ട് ഈ പ്രോഡക്റ്റ് കണ്ടാൽ അറിയാം ഇത് നല്ലതാണോ, ക്വാളിറ്റി ഉണ്ടോ എന്ന്. അവരൊക്കെ ഒരു ക്വാളിറ്റി A ക്ലാസ് ആയത് കാരണം ഒരു ക്വാളിറ്റി ഉള്ള സാധനമേ അവർ വെക്കത്തുള്ളൂ. അങ്ങനത്തെ കസ്റ്റമർ അവിടെ വരുന്നത്. അപ്പം അവിടെ ചെന്നു ഈ പ്രോഡക്റ്റ് കാണിച്ചപ്പോൾ ശങ്കർ സാറിന് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ശങ്കർ സാറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുതിയ ആൾക്കാർ വന്നാലും നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ സാർ എടുക്കും. ക്വാളിറ്റി ഉണ്ട്, ഇപ്പം പുതിയ ആളാണ് സാറിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ സാർ എടുക്കും. അങ്ങനെ ഞാൻ എൻ്റെ സാമ്പിളൊക്കെ ശങ്കർ സാറിനെ കാണിച്ച് ശങ്കർ സാറിന് ഇഷ്ടപ്പെട്ടു. CB അങ്ങനെ എൻ്റെ ഡീലറായി. അപ്പം ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു ഒരു 6 വർഷമായി ഞാൻ CBയിൽ സാധനം കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞാനൊരു ഷോർട്ടേജ് ഒന്നും ഞാനവിടെ പറഞ്ഞിട്ടില്ല. ഒരൈറ്റം പോലും ക്യാരോണിൻ്റെ സാധനം മോശമായതുകൊണ്ട് ഇതുപോലെ ഒരു കോൾ എനിക്ക് വന്നിട്ടില്ല. അവിടെ സ്റ്റാഫിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ശങ്കർ സാർ കേട്ട് കാണാൻ ഇടയില്ല, സാർ ഈ ക്യാരോണിൻ്റെ സാധനം കിട്ടുന്നില്ല, ഈ കസ്റ്റമർ വന്ന് ഈ സാധനം അങ്ങനെ പറയാൻ ഇടയായിട്ടില്ല. നമ്മുടെ മൂല്യങ്ങൾ അതായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ തന്നെ സാറ് അവർക്കൊരു 50,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഷോപ്പ് നൂറനാട് വന്നപ്പം സാർ എന്നെ വിളിച്ചിട്ട് എനിക്കൊരു വലിയ സ്പേസ് വന്നു. എൻ്റെ സാനിറ്ററി വെയറും LED മിററും ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി വലിയൊരു സ്പേസ് എനിക്ക് സാർ തന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ജാഗോറിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്പ്ലേ ആണ് അവർക്കുള്ളത്. അങ്ങനെ ആ ഷോപ്പ് വന്നു. ഇങ്ങനെ എല്ലാം നല്ല രീതിയിൽ പ്രീമിയം ഷോപ്പിലൊക്കെ ഞാൻ കയറി. ഏത് വർഷമാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് സാർ? ഞാൻ 2018 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 വർഷം ഞാൻ സാർ ഈ തുടക്ക സമയത്ത് ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ വൈഫ് എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പം സാർ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ റിസ്ക് എടുത്ത് കളയാൻ എൻ്റെ ഫണ്ടില്ല. അത് കാരണം ഞാനൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയിയെ വെക്കാം. അങ്ങനെ ഞാൻ എല്ലാം സെറ്റായി ഇരുന്ന് ഒരു 2020 ഒരു ഡിസംബറിലായിരുന്നു ഞാൻ VTJ ഹോം ടെക്കറിൽ ഒരു ഡിസംബർ 23-ാം തീയതി അവിടെ ഞാൻ സ്റ്റാഫോട്ടൊക്കെ നല്ല ബന്ധമാണ്. അവർക്ക് ഞാൻ കേക്ക് ക്രിസ്മസിൻ്റെ ഒരു സന്തോഷം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ചോറും ഒക്കെ കൊണ്ടിട്ട് ഞാൻ എൻ്റെ ഫാദറിലോ എനിക്കൊരു ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു തിരുവല്ല ഒരു ബാങ്കിൽ കൊടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ ആ ചെക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ തിരുവല്ലയിൽ ചെന്നിട്ട് ഞാൻ ഒരു ആക്സസ് സ്കൂട്ടറിലായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ചങ്ങനാശ്ശേരി മറ്റേ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അതുകൊണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ തീരെ 20 സ്പീഡിലാണ് ഞാൻ പോകുന്നത്. അപ്പം എൻ്റെ തൊട്ട് പുറം ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. അപ്പം സ്റ്റാൻഡ് ആയപ്പോഴത്തേക്കിന് ഈ ബസ് എന്നെ ഓവർടേക്ക് ചെയ്ത് സ്റ്റാൻഡിലോട്ട് കയറിയപ്പോഴത്തേക്കിന് ഞാൻ ശരിക്കും ഈ ബസ്സിൻ്റെ ഇടയ്ക്കായിപ്പോയി. എൻ്റെ സ്കൂട്ടർ ഇങ്ങോട്ട് മറിഞ്ഞു. എൻ്റെ വലത്തുകാലെ കൂടെ KSRTC ബസ്സിൻ്റെ ടയർ കയറി ഇറങ്ങി. സാറേ ഞാൻ അത്ര സാക്ഷ്യം സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇത് രണ്ട് ദൈവത്തോട് പറഞ്ഞിട്ടില്ല, ദൈവം എനിക്ക് ഇത് പറ്റിയല്ലോ എന്ന്. കാരണം ശരിക്കും ഞാൻ മരിക്കേണ്ടതാണ്. ഞാൻ തിരിഞ്ഞ് മറിഞ്ഞത് എൻ്റെ തലകൂടെ ബസ് കയറി തന്നെ. എൻ്റെ 36-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഈ ആക്സിഡന്റ് പറ്റിയത്. എൻ്റെ ഫാദർ മരിച്ചതും ഈ സെയിം ഏജിലാണ് മരിച്ചത്. 36-ാമത്തെ വയസ്സിൽ തന്നെ ഫാദർ മരിച്ചത് ആക്സിഡന്റിലാണ്. അത് ജീപ്പ് ആക്സിഡന്റിൽ. അങ്ങനെ എനിക്ക് ആക്സിഡന്റ് പറ്റി. ഞാൻ എല്ലാവരും ഓടിക്കൂടി എന്നെ എല്ലാവരും പൊക്കി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാല് പകുതി മുറിഞ്ഞ് തൂങ്ങി കിടക്കുക. ഈ ബസ്സിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ മോൻ ബുത്തിയാണ് പോകുന്നത്. കാരണം ഇത് അവർക്ക് കാണാൻ മേല, ബ്ലഡ് ഇങ്ങനെ ചീറ്റുക. അപ്പം എല്ലാവരും ആശുപത്രി കൊണ്ടുപോകാൻ പറയുന്നുണ്ട്, പക്ഷെ ആരും ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഈ ബ്ലഡ് വാർന്ന് മരിച്ചു പോകത്തേ ഉള്ളെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോ വന്ന് ചവിട്ടി. ഞാൻ തന്നെ ഒത്തി ആ ഓട്ടോയിൽ കയറിയിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അടുത്ത് ചെത്തിപ്പുഴ ഹോസ്പിറ്റലുണ്ട്, എനിക്ക് ഒരു 5 മിനിറ്റ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ, ചേട്ടാ എന്നെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ഒന്ന് എത്തിച്ചേക്കണം. കാരണം എനിക്ക് 2 കുഞ്ഞു പിള്ളേരാ. എനിക്ക് അന്ന് എൻ്റെ മക്കൾക്ക് 8 മാസം പ്രായമുള്ളൂ. എനിക്ക് 2 ഇരട്ട പിള്ളേരാണ്, ട്വിൻസാണ്. അപ്പം 8 മാസം പ്രായമുള്ളൂ. ചിലപ്പം ഞാൻ തല ഇറങ്ങിപ്പോൾ സാധ്യതയുണ്ട്, എങ്കിലും ചേട്ടനൊന്ന് എത്തിച്ചേക്കണം എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ ഓട്ടോയിൽ പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫ് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ നേഴ്സ്. അപ്പം ഞാൻ അച്ചാച്ചനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ വരുന്നതുകൊണ്ട് എൻ്റെ ശരിക്കും അന്ന് എൻ്റെ പൈസ ഇല്ല. പൈസ എന്ന് പറഞ്ഞാൽ പൈസ സ്കൂട്ടറിൻ്റെ അകത്തായി പോയി. സ്കൂട്ടറോട് മറിഞ്ഞ് കിടക്കുക, ഫോൺ മാത്രം പോക്കറ്റിലുണ്ട്, കൊടുക്കാൻ പൈസ ഇല്ല. അപ്പോൾ ചേച്ചി അവിടെ വിളിച്ച് എല്ലാം അറേഞ്ച് ചെയ്തു. ഞാൻ ഈ പോകുന്ന വഴിക്ക് തന്നെ
എനിക്ക് നാളെ ബോംബെ നിന്നൊരു ഞങ്ങൾക്കൊരു SS ക്യാബിനറ്റ് എന്ന സാധനമുണ്ട്, മിറർ ക്യാബിനറ്റ്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രോഡക്റ്റ്, ഫ്രണ്ട് മിററുമായിട്ടുള്ളൊരു പ്രോഡക്റ്റ്. അപ്പം അത് എനിക്കൊരു ലോഡ് സാധനം ബോംബെയിൽ നിന്ന് നാളെ കയറി പോരുന്നുണ്ട്. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് തന്നെ പുള്ളിയെ വിളിച്ചു പറഞ്ഞു, സാറേ എൻ്റെ സാധനം കയറ്റി വിടണ്ട, എനിക്കൊരു വലിയ ആക്സിഡൻറ്റ് പറ്റി, എനിക്കിനി എന്നെ സംഭവിക്കുന്ന അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പുള്ളിയെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ചെത്തപ്പുഴ കാല് മുറിഞ്ഞ് ചോര ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ അന്നേരം സമയത്ത് നിങ്ങൾ കസ്റ്റമറെ അവിടെ വിളിച്ചിട്ടാണ് പറയുന്നത്? വിളിക്കാൻ പറഞ്ഞു. കാരണം എനിക്ക് അന്ന് എനിക്ക് വേദനയില്ല, അന്നേരം എനിക്ക് മരിച്ചു പോകുന്ന കാര്യം. അപ്പം ഞാൻ ഓട്ടോക്കാരൻ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ഞാൻ തലയിറങ്ങിയൊന്നും പോയില്ല. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ചെന്ന് കാഷ്വാലിറ്റി കയറി അവരെന്നെ എനിക്ക് കാല് ഒന്ന് ജസ്റ്റ് തുണി ഒരു ചുറ്റി ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇല്ല, ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്യാതെ പറ്റുമെന്ന് തോന്നുന്നില്ല, പുഷ്പഗിരിയിലേ ഉള്ളൂ പ്ലാസ്റ്റിക് സർജറി, അങ്ങോട്ട് പോകോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം എൻ്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞു. എൻ്റെ വൈഫിൻ്റെ വീട് തിരുവല്ലയില്ല. അപ്പം എൻ്റെ വൈഫിൻ്റെ കസിൻസൊക്കെ ആ സമയത്ത് പുഷ്പഗിരി വന്നു. ഞാനും ആംബുലൻസ് ഡ്രൈവർ ഒറ്റയ്ക്കാണ് ചെത്തിപ്പുഴയിൽ നിന്ന് പുഷ്പഗിരിയിലോട്ട് പോകുന്നത്. ഇവരെന്നെ കാലൊക്കെ വെച്ച് കിട്ടും, ആരുമില്ല, അതിനുള്ള സമയമില്ല. ഞാൻ ആ സമയത്ത് തന്നെ എനിക്കറിയാം, എൻ്റെ ഒരവസ്ഥ എനിക്കറിയാം. ഞാൻ ഫാദറില്ലാതെ വളർന്നത്, എൻ്റെ മക്കൾക്ക് ആ ഒരു അവസ്ഥ വരരുത്. അപ്പം ഞാൻ ആംബുലൻസിൽ പുഷ്പയിലോട്ട് ചെന്നു. അവിടെ ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കാല് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, ഈ കാല് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ കാല് മുട്ടിന് താഴെ മുറിച്ച് കളയാതെ രക്ഷയില്ലെന്നു. കാരണം അതുപോലെ ക്രഷർ ഇഞ്ചുറിയാണ്, തള്ളവല് സഹിതം പോയി. അപ്പം എൻ്റെ വൈഫ് BS നേഴ്സ് ആയത് കാരണം അവള് ഇപ്പം നാളെ സർജറിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കി അഡ്മിറ്റ്, ആ കാല് മുറിച്ച് കളയാനുള്ള സർജറി അടുത്ത ദിവസം രാവിലെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഡോക്ടർ അവള് പറഞ്ഞു, ഞാൻ മാക്സിമം ശ്രമിക്കാം, പക്ഷേ ഇത് 99.9 കാല് മുറിച്ച് കളയാതെ രക്ഷയില്ല, കാരണം തള്ളവരിൽ കാല് ഇനി അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ പറഞ്ഞു, സാർ കാല് മുറിച്ച് കളയുവാണെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, അത് പറ്റത്തില്ല, ഞങ്ങൾ അതിനുള്ള കാല് മുറിച്ച് കളയാനുള്ള സാധനങ്ങൾ അവരോട് സൈൻ ചെയ്യിപ്പിക്കുന്നു. അപ്പം അവൾ പറഞ്ഞു, അങ്ങനെ പറ്റത്തില്ല, ജസ്റ്റ് എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു കാല് മുറിച്ച് കളയാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കിന് എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ ഫാദറിലോ ഞങ്ങളെ ആൻഡ്രൂ സംഘം എന്ന് വിളിക്കുന്നത്. ആൻഡ്രൂ സംഘൾ ഈ സെൻട്രൽ എക്സൈസിൽ ഗസറ്റഡായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അങ്കിളിന് ഈ എറണാകുളത്തൊക്കെ, അവർ വീട് എറണാകുളത്താണ്, എറണാകുളത്ത് അത്യാവശ്യം പിടിപാടുണ്ട്. അപ്പം അങ്കിള് നമ്മുടെ സാറേ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും, അവിടെ ഒരു ഡോക്ടർ സെന്തിലിനെ അങ്കിളിന് പരിചയമുണ്ട്. അപ്പം ഡോക്ടറെ വിളിച്ച് പറഞ്ഞു ഇഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ആംബുലൻസിൽ പുഷ്പഗിരിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് സ്പെഷ്യലിസ്റ്റിൽ വന്നു. അപ്പം എൻ്റെ ഡോക്ടർ ഞാൻ കാണുന്നുണ്ട്, ഞാൻ അവിടെ കിടന്നിട്ട് എൻ്റെ കാലിങ്ങനെ തുറന്ന് ഡോക്ടർ ഈ ആൻഡ്രൂ സംഘടനയും ഒക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ്രൂ സംഘം ഉണ്ടായിരുന്നു, എൻ്റെ വൈഫിൻ്റെ അമ്മാച്ചൻ മോനാച്ചനങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. ഇവരെ രണ്ടുപേരും കാണിക്കും. ഇവ ഞാൻ കാണുന്നുണ്ട്, ഇവ മുഖം പൊത്തിയാ പോകുന്നു, കാണാമല്ലോ, അതുപോലെ ഇഞ്ചുറിയാണ് കാലിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവൻ്റെ പ്രായം എനിക്കറിയാം, ഞാൻ എൻ്റെ കഴിവ്, ഡോക്ടർ സെന്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏറ്റവും മിടുക്കനായ ഡോക്ടറാണ്, ഒരു പ്ലാസ്റ്റിക് സർജനാണ്. അപ്പം ഞാൻ 1% ചാൻസ് പറയുന്നുള്ളൂ, ഞാൻ മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സർജറിക്ക് കയറി. ഞാൻ ബോധം വന്നപ്പോഴത്തേക്കിന് ഞാനിങ്ങനെ എൻ്റെ അടുത്തൊരു സിസ്റ്റർ നിൽപ്പുണ്ട്. എനിക്ക് മുറിച്ച് കളയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സിസ്റ്ററോട് ഞാൻ ചോദിച്ചു, സിസ്റ്റർ എൻ്റെ കാല് മുറിച്ചു? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കാല് മുറിച്ചിട്ടില്ല, പക്ഷെ കാലിൻ്റെ കുറേ ഭാഗങ്ങൾ പോയി എന്ന് പറഞ്ഞ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കാലൊരു ഒരു ചെറിയ, എനിക്ക് ഒരു കാലിന് 25% ഉള്ളൂ. ഒരു കമ്പയിൽ ഇങ്ങനെ തുണി ഉറ്റി ഇരിക്കുന്നവരാണ് ഈ കാലിൻ്റെ അവസ്ഥ കണ്ട്. കാരണം തള്ളവൽ സഹിതം കാലിൻ്റെ പകുതി മുക്കാലും പോർഷൻ പോയി. അങ്ങനെ ഒരു 3 മാസത്തോളം ആശുപത്രിവാസമായിരുന്നു. 1 മാസം ആ ഡോക്ടർ രാവിലെ വൈകിട്ടും വന്ന് കാല് ക്ലീൻ ചെയ്തിട്ട് ഏകദേശം 1.5 മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഇവിടുന്ന് ഒരു മസിലെടുത്ത് ഡോക്ടർ കാലെ പിടിപ്പിച്ചു. എന്നിട്ട് കമ്പിയൊക്കെ വിട്ട് ഞാൻ ഒരാഴ്ചത്തേന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ 1 man ഷോയിലാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ബിസിനസ് സ്റ്റോപ്പായി. അപ്പം എനിക്ക് സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വൈഫിനോട് എൻ്റെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, നീ നമ്മുടെ ഡീലർമാരെയൊക്കെ വിളിച്ചു പറയണം, എനിക്കിങ്ങനെ ആക്സിഡൻറ്റ് പറ്റി 2 മാസത്തേക്കിന് സപ്ലൈ കാണത്തില്ലെന്ന് പറഞ്ഞു. കാരണം എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഡീലർമാരെ ഞാനില്ലെങ്കിൽ അടുത്ത ആളിനെ സാധനം എടുത്തുള്ളൂല്ലോ. അപ്പം ഞാൻ പ്രോപ്പറായിട്ട് എല്ലാവരും വിളിച്ചു പറഞ്ഞു. അപ്പം അവളെല്ലാവരും വിളിച്ചു പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഈ സർജറിയുടെ ഇപ്പം ആ ഒരു 2 മാസത്തിനിടയ്ക്ക് ഞാൻ ആശുപത്രി കിടക്കാതിരുന്നിട്ട് എനിക്ക് പരിചയക്കാരെ വിളിച്ചു പറഞ്ഞു, എനിക്ക് സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സ്റ്റാഫിനെ എടുത്തു. ഞാൻ ഈ 2 മാസം കഴിഞ്ഞ് ഫസ്റ്റ് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് ആ സ്റ്റാഫ് വന്നു. അപ്പം ഞാൻ ആ ആശുപത്രി കിടക്കെ തന്നെ കിടന്നിട്ട് അപ്പം ഞാൻ കടക്കാരെല്ലാം വിളിച്ച് അപ്പം അവരെല്ലാം എനിക്ക് ആ ഓർഡർ തന്നു. ഞാൻ ആ ബില്ല് അടിച്ചിട്ട് സ്റ്റാഫിന് കൊടുത്തു. ആ സ്റ്റാഫിന് എബി എന്നാ സ്റ്റാഫിൻ്റെ പേര്, ആദ്യം വന്ന സ്റ്റാഫിൻ്റെ പേര്. സ്റ്റാഫിനും ഇതിനെക്കുറിച്ച് യാതൊരു ബന്ധമില്ല, ഒന്നും അറിയത്തില്ല. കാരണം ഗോഡൗൺ എവിടെയാണെന്ന് പോയി സ്റ്റാഫിന് അറിയില്ല. ഞാൻ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അയച്ചു കൊടുത്താണ് ആദ്യമായിട്ട് നമ്മുടെ സ്റ്റാഫ് ഗോഡൗണിൽ ചെല്ലുന്നത്.
അങ്ങനെ ഈ ബില്ല് അനുസരിച്ച് ഈ പ്രോഡക്റ്റ് ആണെന്ന് ചോദിച്ചിട്ട് പുള്ളി എനിക്ക് വാട്സപ്പ് അയക്കും. ഞാൻ ആണെങ്കിൽ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അല്ലെന്ന് പറയും. ഫോണിൽ കൂടെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തു. സാർ ഈ 2 മാസം നമ്മൾ ബ്ലോക്കായി പോയെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു ഡീലർമാർ പോലും എന്നെ വിട്ടു പോയിട്ടില്ല. ഇപ്പോഴും അവർക്കെല്ലാം ഞാൻ സാധനം കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇതിൻ്റെ പേരിൽ ആരും എന്നെ വിട്ടു പോയിട്ടില്ല. ഇപ്പോഴും അവിടെ എല്ലാം ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ പതിയെ സപ്ലൈ തുടങ്ങി. എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുകൾ തന്നെ പോകുന്നുണ്ട്. പുതിയ അപ്ഡേഷൻ ഒന്നുമില്ല. കാരണം ഞാനിവിടെ കട്ടിൽ കിടക്കുവാണല്ലോ. ഏകദേശം ഒരു 2 വർഷം എടുത്തു ഞാൻ വീണ്ടും ഒരു ഷോപ്പിൽ പോകാൻ വേണ്ടി. 2 വർഷം ഞാൻ ആശുപത്രി കിടക്കലായിരുന്നു. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കാല് നേരത്തെ കുത്തുന്നത്. പിന്നെ ഫിസിയോതെറപ്പി ആയിട്ടും അങ്ങനെ കാര്യങ്ങളുമായിട്ട് 2 വർഷം എടുത്ത് ഞാൻ വീണ്ടും ഒരു ഷോപ്പിൽ ചെല്ലാൻ വേണ്ടി. താങ്കളുടെ കാലിലേക്ക് ശരീരത്തിലെ പല ഭാഗങ്ങളും ഇവിടുന്ന് ഒരു മസിൽ എടുത്ത് വെച്ചിരിക്കുക, പ്ലാസ്റ്റിക് ചെയ്ത് വെച്ചേക്കുക. കാല് കുത്തി നടക്കാൻ പറ്റും. കാല് കുത്തിപ്പാടാ. ഇപ്പൊ എന്ന് വെച്ചാൽ ഈ 2-3 മാസം ആശുപത്രി കിടന്നപ്പോഴത്തേക്കിന് കാലിന്റെ നമ്മുടെ സാർ ഈ ഒരു മൂവ്മെന്റ് ഇല്ല സാർ, ഈ മൂവ്മെന്റ് പോയി കാലങ്ങ് സ്റ്റിഫായി പോയി. അത് കാരണം സ്റ്റാർട്ടിങ്ങിൽ നടക്കാനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അതിൽ ചെറിയൊരു പോർഷനേ ഉള്ളൂ, കാലിൽ ചെറിയ പോർഷനേ ഉള്ളൂ. അവിടുന്ന് ഈ മസിൽ കയറ്റി വെച്ചേക്കുക. ശരിക്കും പറഞ്ഞാൽ എന്റെ കാല് കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു, അതുപോലെ വീർന്നു എന്റെ കാല്. അങ്ങനെ എൻ്റെ വേറൊരു ഭാഗത്ത് എനിക്കൊരു ഫിസിയോതെറപ്പിസ്റ്റ്, ആൽബനി എന്ന് പറഞ്ഞ ഫിസിയോതെറപ്പിസ്റ്റ്, നല്ലൊരു മിടുക്കനാ. പുള്ളി വന്ന് കാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റ് പുള്ളി ശരിയാക്കി. ഞാൻ വേദന കൊണ്ട് പൊളയുക, കാരണം ഇത് സ്റ്റിഫായി പോയത് എങ്ങനെയും അനക്കം പറഞ്ഞല്ലോ. അങ്ങനെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പതിയെ കാല് കുത്തി വടി കൊണ്ട് നടന്നു. പിന്നെ പതിയെ ഞാൻ ഓക്കെ ആയി, ചെറുതായിട്ട് ഓക്കെ ആയില്ല, ഇപ്പോഴും ഓക്കെ ആയില്ല. പിന്നെ വേറെ എനിക്ക് ഓപ്ഷൻ ഇല്ല, എനിക്ക് എൻ്റെ ബിസിനസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റൂ. അങ്ങനെ ഞാൻ വീണ്ടും കടകളിൽ പോകാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ ഞാൻ കടലിൽ കിടന്നുകൊണ്ട് തന്നെ കുറച്ച് പ്രോഡക്റ്റൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. ഇതിൻ്റെയൊക്കെ സാമ്പിൾ വരുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കുറേ പ്രോഡക്റ്റുകൾ നമ്മുടെ ലിസ്റ്റ് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സാറേ, ഈ സാനിറ്ററി സെഗ്മെന്റ് കൈകാര്യം ചെയ്യുന്നവർക്കറിയാം, ഈ കായംകുളത്തൊരു ഷോപ്പുണ്ട്, HHOS എന്നാ ഷോപ്പിന്റെ പേര്. അതായത് 100 വർഷത്തിന് മേളിൽ ലെഗസിയുള്ള ഷോപ്പാണ്. ഈ ഷോപ്പിൽ നമുക്ക് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ ഏത് ഷോപ്പിൽ ചെന്ന് വേണം പറയാം HHOS എൻ്റെ സാധനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോഡക്റ്റ് ക്വാളിറ്റി കൊണ്ട് നമുക്ക് ആർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാനും എൻ്റെ സ്റ്റാഫും നമുക്ക് ആ ബോളറുണ്ടല്ലോ, ബോളറിൽ സാമ്പിളൊക്കെ ആയിട്ട് ഞാൻ HHOS പർച്ചേസ് മാനേജറെ കാണാൻ ചെന്നു. അപ്പം ഞാൻ കാണുന്നുണ്ട് അബ്ദുൾ റഹീം എന്നാണ് പർച്ചേസ് മാനേജറുടെ പേര്. അപ്പോൾ സാറിൻ്റെ ഓഫീസിൽ ഇരിപ്പുണ്ട്. സാർ എന്നെ വിളിച്ചു. ഞാൻ ശരിക്കും കാല് ശരിയായിട്ടില്ല, ഞാൻ ഒത്തി നടക്കുന്നേ, കാലിന് വേദനയാ. പിന്നെ എനിക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഞാൻ ഒത്തി നടന്ന് സാറിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ എൻ്റെ പ്രോഡക്റ്റ് എല്ലാം സാറിനെ കാണിച്ചു. അപ്പം തന്നെ സാറ് അവർക്ക് 3-4 എനിക്കൊന്ന് നമ്മൾ ഈ HHOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ ഇല്ലാത്ത ടൈലുണ്ട്, സാനിറ്ററി ഉണ്ട്, പെയിന്റ് ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, വീടിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. അപ്പം അതുപോലെ വലിയ ഒരു ഷോപ്പാണ്. അപ്പം ഞാൻ സാർ എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ പ്രോഡക്റ്റ് എല്ലാം കാണിച്ചു. അവർക്ക് അത്ര എക്സ്പീരിയൻസാണ്, അവർക്ക് ഈ പ്രോഡക്റ്റ് കാണുമ്പോൾ അറിയാം നല്ലതാണോ അഴുക്കാണോ എന്ന്. അങ്ങനെ എൻ്റെ പ്രോഡക്റ്റ് സാറിന് ഇഷ്ടപ്പെട്ടു. ഈ സെഗ്മെന്റിലെ ഇപ്പം പ്രീമിയം സെഗ്മെന്റിലെ ഷഹനാ സാറിനെ വിളിച്ചു, എക്കണോമിയിൽ അൻസാരി സാറിനെ വിളിച്ചു. ഞങ്ങൾക്ക് ഹാർഡ്വെയറിലും ഞങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ്, ഞങ്ങൾക്ക് ഈ റോഡ് സേഫ്റ്റി മിറർ ഉണ്ട് സാറേ, മറ്റേ ഈ റോഡിന്റെ വളവിലൊക്കെ വെക്കുന്ന ഓറഞ്ച് കളർ മിററല്ലേ, അത് ഞങ്ങൾക്കുണ്ട്. അവരെയും വിളിച്ചു, എൻ്റെ പ്രോഡക്റ്റ് കാണിച്ചു. ഇവർക്കെല്ലാം പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പം അവർ പ്രോഡക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നേ എൻ്റെ ആ ഒരു ബലഹീന അവസ്ഥ കണ്ടിട്ടായിരിക്കണം സാറ് മനസ്സിൽ അറിഞ്ഞിട്ടുണ്ടാവണം. എൻ്റെ പ്രോഡക്റ്റ് നല്ലതാണ്, അതുകൊണ്ട്. അപ്പം എന്നിട്ട് സാർ എനിക്ക് ഓർഡർ വന്നിട്ട് പറഞ്ഞു, HHOSന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് വിസിറ്റിൽ ഒരാൾക്ക് ഓർഡർ കൊടുക്കുന്നത്. അതെനിക്കും അറിയാം, കാരണം ഞാൻ ഇവരെ കുറിച്ച് പഠിച്ചു. കാരണം ഞാൻ നേരത്തെ ജർമ്മനിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങളുടെ ഹെഡൊക്കെ കായംകുളത്ത് പോയി ഹോട്ടൽ എടുത്ത് കിടന്നിട്ട് ഇവരെ കണ്ടിട്ടും കിട്ടുന്നത്. അവരങ്ങനെ അത്രയ്ക്കും ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ഷോപ്പ്. അങ്ങനെ എൻ്റെ പ്രോഡക്റ്റ് അവിടെ കയറി വലിയ എൻട്രി കിട്ടി. അപ്പം എനിക്ക് ഭയങ്കര അട്രസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിനു മുമ്പ് തന്നെ ഈ HHOS പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എനിക്ക് കൊച്ചിൻ സാനിവേഴ്സ് എന്നൊരു ഷോപ്പുണ്ട്. അത് സുരേഷ് സാർ, കൊച്ചിൻ സാനിവേഴ്സ് അവർക്ക് 5 മേളിൽ ബ്രാഞ്ചുള്ള ഷോപ്പാണ്. അതായത് അവർക്ക് തിരുവല്ലയിൽ ബ്രാഞ്ച് തുടങ്ങിയപ്പോഴത്തേക്കിന് എനിക്ക് എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ സാർ എടുത്ത് എനിക്ക് എൻട്രി തന്നു. അതുപോലെ നല്ല പ്രീമിയം ഷോപ്പാണ്. എനിക്ക് കജാറിയുടെ ഒക്കെ ഏറ്റവും കൂടുതലും ഇതിനുള്ള അവാർഡൊക്കെ സാറിന് കിട്ടിയിട്ടുള്ള. അതുപോലെ എൻ്റെ പ്രോഡക്റ്റ് അവരെടുത്തു. പിന്നെ HHOSയിൽ നിന്ന് പിന്നെ നമുക്ക് കൊട്ടാരക്കര ഒരു ഷോപ്പുണ്ട്, ആറ്റൂരി ഇലക്ട്രിക്കൽസ്. അതും ജാഗൂറിൻ്റെ ഒക്കെ നല്ല വോളിയം ചെയ്യുന്ന കടക്കാരാണ്. അപ്പോൾ അവരെൻ്റെ സാധനം എടുത്തു. അങ്ങനെ നമ്മൾ പ്രീമിയം ഷോപ്പിൽ ഒരുമാതിരി പ്രീമിയം ഷോപ്പുകളിലൊക്കെ എൻട്രി ആയി. നമ്മളിപ്പം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഓൾമോസ്റ്റ് പ്രീമിയം ഷോപ്പിലൊക്കെ നമ്മൾ സാധനമുണ്ട്. നമുക്കിപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാനിറ്ററി വെയർ വിൽക്കുന്ന ഒരു 10 ഷോപ്പ് എടുത്ത് കഴിഞ്ഞാൽ അത് 8 പേരും വീണ്ടും ക്യാരൺ അവൈലബിൾ ആണ്. വെരി ഗുഡ്. നമുക്ക് പ്രോഡക്റ്റ് റേഞ്ച് കൂടിയോ? ഇപ്പം 100-ന് മേളിൽ പ്രോഡക്റ്റ് ഞാനിപ്പം
വെരി സപ്ലൈ ഗുഡ്. അപ്പൊ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ടൈല് ആ ഗ്ലാസ് ഇവിടെ ബ്ലോക്ക് ഗ്ലാസ് ബ്ലോക്ക്. അതിപ്പോൾ ഞങ്ങൾ ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ 100ഓളം പ്രോഡക്റ്റുകളായി. 100ഓളം പ്രോഡക്റ്റുകളായി. നല്ല. അപ്പോൾ ഇതെല്ലാം ഈ ബ്രാൻഡിലാണ് നമ്മുടെ. എല്ലാം കാരവോണിൻ്റെ ബ്രാൻഡിൽ, അല്ലാതെ ഒരു പ്രോഡക്റ്റും ഇല്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ക്യാൻഡർ ഫെയറിന് പോയിട്ടുണ്ടായിരുന്നു, ആ. ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്യാൻഡർ ഫെയറിന് സാധനം അറിയാമല്ലോ. എനിക്ക് ഏകദേശം ഒരു 70,000 ഷോപ്പാണ് ക്യാൻഡർ ഫെയറിലുള്ളത്. നമ്മുടെ സാനിറ്ററി വെയറും ബാത്റൂം ആക്സസറീസിലാണ്ട് 17,000 പല ഷോപ്പുണ്ട്. എനിക്ക് കാല് ശരിക്കും വയ്യ, ഞാൻ അത്രയും നടക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ആ. എന്നാലും എനിക്ക് എൻ്റെ ആഗ്രഹം കാരോൺ എന്ന ബ്രാൻഡിൽ നല്ല പ്രോഡക്റ്റുകൾ വേണം. ആ. എന്നാലും എനിക്ക് പ്രീമിയം ഷോപ്പിൽ അവരെടുക്കത്തുള്ളൂ. നല്ല പ്രീമിയം സാധനം, ആരും കൊണ്ടുവരാത്ത സാധനം. ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം ക്യാൻഡർ ഫെയറിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ പ്രോഡക്റ്റുകൾ കിട്ടി. അതെല്ലാം എൻ്റെ പൈപ്പ് ലൈനിൽ കാലം വെച്ച് അവിടെയൊക്കെ നടന്നു താങ്കൾ. കാല് വെച്ച് നടന്നു. പിന്നെ കൂടത്തെ വന്നവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ ഞാൻ പോയിട്ട് പുതിയ വന്നു. പ്രോഡക്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇനി. എനിക്കിനിയും ഒത്തിരി പ്രോഡക്റ്റുകൾ പൈപ്പ് ലൈനിലുണ്ട്. ഞങ്ങൾക്ക് വരുന്ന മെയിൻ പ്രോഡക്റ്റാണ്, ഞങ്ങൾ 10 വർഷം വാറണ്ടി കൊടുക്കുന്ന ഷവർ വരുന്നുണ്ട്. ഓ, ഈ റെയിൻ ഷവറുകളുണ്ടല്ലോ, ഓ. അത് നമ്മുടെ ജാഗോർ എന്ന കമ്പനിയുടെ സെയിം ക്വാളിറ്റിയാണ്. അതായത് നമുക്കത് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് ജസ്റ്റ് ആ ഷവറാമിൻ്റെ അവിടെ തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് തിക്നെസ്, നമ്മുടെ ലോക്കൽ ഷവറിന് തിക്നെസ് ഇല്ല, നല്ല തിക്നെസ് ഉള്ള വരുന്ന സാധനമാണ്. 10 വർഷം വാറണ്ടി കൊടുക്കും. ഇതിന്റെ സിലിക്കോൺ ആണ് അതിന്റെ വെള്ളം വരുന്ന പോർഷനുള്ളത്. ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിൻ ഡിസീസ് ഒക്കെ വരാൻ സാധ്യത. അത് കാരണം നല്ലതായിട്ട് പോകാൻ സാധ്യതയുണ്ട് ആ പ്രോഡക്റ്റ്. ഷിൻസ് ആ അപകടം വന്നപ്പോഴാണ് ഒരു എംപ്ലോയിയെ എടുത്തത്. ഇന്ന് എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇന്ന് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു 20 പേരും ആൾക്കാർക്ക് നമ്മൾ ജോലി കൊടുക്കുന്നു. വെരി ഗുഡ്. വൈഫും ബിസിനസ്സിലുണ്ടോ? വൈഫ് ഇപ്പോൾ അക്കൗണ്ട്സ് എല്ലാം വൈഫായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരി. ഇപ്പോൾ നമുക്ക് എന്ത് വിറ്റുവരവായി? സാർ ഇപ്പം എനിക്ക് 3 കോടി രൂപയാണ് എൻ്റെ വിറ്റുവരവ്. ഞാൻ 2025 അവസാനം ഞാൻ 10 കോടിയാണ് ഞാൻ പ്രൊജക്ട് ചെയ്യുന്നത്. വെരി ഗുഡ്. 10 കോടിയിലേക്കുള്ള യാത്രയിലാണ്. ഷിൻസ് വളരെയധികം പ്രയാസങ്ങൾ ഇപ്പോഴും ശാരീരികമായും മാനസികമൊക്കെ ബുദ്ധിമുട്ടുണ്ടായ ഒരാളാണ്. എന്താണ് വിഷൻ? എന്താണ് ഭാവി സ്വപ്നം? സാർ എനിക്ക് 100 കോടി ടേൺ ഓവറെ 100 സ്റ്റാഫ്, അതാണ് എൻ്റെ വിഷൻ. ആ വിഷനിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മുകളിൽ പിതാവ് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അത് എത്തുമെന്നുള്ളത് ഈ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും എനിക്കും അറിയാം. താങ്കൾ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഈ ബിസിനസ് വളർത്തിയെടുത്തത്. താങ്കളെ സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ താങ്കൾക്ക് ആരോടെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ അത് ആരാണ്? എൻ്റെ ഫാദറിലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിൾ ഉള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ ചെല്ലുമ്പോൾ അവർ 3 പെൺപിള്ളേരാണ്. അപ്പം ഞാനാണ് ആദ്യമായിട്ട് ഏറ്റവും മൂത്ത ആളെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. എൻ്റെ ഫാദറിലോടെ പേര് ബേബി എന്നാണ്. പുള്ളിയുടെ ഒത്തിരി ഫിനാൻഷ്യൽ സപ്പോർട്ട് എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. പല സമയത്തായിട്ട് പല സമയത്തായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഗ്ലാസ് ബ്ലോക്ക് ഒക്കെ ഞാൻ ഇന്തോനേഷ്യയിൽ ഇമ്പോർട്ട് ചെയ്ത സമയത്ത് പപ്പ എന്ന് ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ബുദ്ധിമുട്ട് വൈഫിന് മനസ്സിലാവും. വൈഫ് ഇങ്ങനെ ഫാദറിനോട് പറയുമ്പോഴത്തേക്കിന് അന്നേരം അതിനുള്ള പൈസ എനിക്ക് തരും. അങ്ങനെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ നമ്മളെ അനുഗ്രഹം തന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ ആരൊക്കെയോ ഉണ്ടായിട്ടുണ്ട് എല്ലാ പ്രതിസന്ധികളിലും, അല്ലേ? അതെ. ഷിൻസ് വളരെ പ്രയാസങ്ങൾ കടന്നു വന്നാണ് ഈ ഒരു ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്നത്. പുതിയതായി സംരംഭം തുടങ്ങുന്നവർക്കും സംരംഭത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ എന്ത് മെസ്സേജാണ് ഷിൻസിന് പറയാൻ? സാർ, എനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റിയപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് എനിക്ക് അവസാനിപ്പിക്കാം. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാലുമായിട്ട് എനിക്ക് വലിയ പാടാണ്. ശരിക്കും ഈ കാലുമായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. എനിക്ക് വേണം ആ ഒരു ന്യായം പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്കിത് ചെയ്യണമെങ്കിൽ ഇത് ആർക്കും പറ്റും സാർ. പിന്നെ ലോങ് ടേം ആയിട്ട് നോക്കണം. നമ്മൾ ഷോർട്ട് ടൈമിൽ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നു, ഇത് വിറ്റ് കുറച്ച് ലാഭം കിട്ടി, അത് പിന്നെ അടുത്ത പ്രോഡക്റ്റിലോട്ട് പോകും. അങ്ങനെ പോകാതെ നമ്മൾ ലോങ് ടേം ആയിട്ടൊരു പ്രോഡക്റ്റ് കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിലേ ചെയ്യാവുള്ളൂ. പിന്നെ നമുക്ക് ഏതൊരാൾ ബിസിനസ് തുടങ്ങിയാലും നമുക്ക് ബിസിനസ് നടക്കും. പക്ഷേ ഫിനാൻഷ്യൽ പ്ലാനിങ് മസ്റ്റായിട്ട് ചെയ്യണം. ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാതെ സെയിൽ കിട്ടിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ആദ്യമേ ഈ ബിസിനസ്സിൽ നിന്ന് പൈസ ഭയങ്കരമായിട്ട് എടുക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കേട്ടു ഷിൻസ് എന്ന ഈ യുവ സംരംഭകന്റെ കഥ. അദ്ദേഹം 5 വയസ്സിലാണ് അദ്ദേഹത്തിന് പിതാവിനെ നഷ്ടപ്പെടുന്നത്. പിതാവ് മരിക്കുന്നത് 36 വയസ്സിലാണ്. പിതാവ് ഒരു വിഷണറി ആയിരുന്നു. അദ്ദേഹം ചെറിയ സമ്പാദ്യങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മമ്മി അദ്ദേഹത്തെയും സിസ്റ്ററെയും പഠിപ്പിക്കുന്നു. MBA വരെ പഠിപ്പിച്ചു. അദ്ദേഹം കിട്ടിയ ഒരു അവസരം, ആദ്യത്തെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ അതൊന്ന് കാണണം, കേൾക്കണം. നല്ല കഠിനാധ്വാനിയാണ്. സമയം വാച്ച് നോക്കാതെ അദ്ദേഹം കാലത്ത് 9 മണി തൊട്ട് രാത്രി 9 മണി വരെ വർക്ക് ചെയ്യാൻ തയ്യാറായി. എവിടെയൊക്കെയോ അദ്ദേഹത്തിന് ഒരു അനുഗ്രഹം കിട്ടി എന്നുള്ളതാണ്. ആ ജോലി കിട്ടി, അതിൽ പ്രാവീണ്യം തെളിയിച്ചു. എന്നാൽ വളരണമെന്ന ആഗ്രഹം കൊണ്ട് പ്രവാസിയായി. അവിടെ രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. എന്നാൽ നാട്ടിലും
തിക്താനുഭവങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എവിടെയൊക്കെയോ വെച്ച് അദ്ദേഹം ഒരു സംരംഭകനാവാൻ തീരുമാനിക്കുന്നു. ഒറ്റയ്ക്ക് തന്നെ ഒരു മേഖല കണ്ടെത്തുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്നു. എന്നാൽ തിരിച്ചടികൾ പിന്നെയും ഷിൻസിനെ പിന്തുടർന്നു. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. ഒരു ആക്സിഡന്റ് പറ്റി സ്വന്തം കാല് ചിതറിപ്പോയിട്ടും പതറാതെ ആ ഓട്ടോയിൽ കയറി ജീവിതം തിരിച്ചു പിടിച്ച ആളാണ്. അവിടെ നിന്ന് ആലോചിക്കുക, നമ്മൾ ഒരു സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം ഫോൺ വിളിക്കുന്നത് പോട്ടെ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി കസ്റ്റമറെയാണ് അദ്ദേഹം വിളിക്കുന്നത്, സപ്ലയറാണ് അദ്ദേഹം വിളിക്കുന്നത്. ആശുപത്രി കിടക്കയിൽ നിന്നും അദ്ദേഹം ചിന്തിച്ചത് സംരംഭത്തെക്കുറിച്ചാണ്. വെറുതെ അല്ല അദ്ദേഹം വിജയിച്ചത്, വളർച്ചയുടെ പാതയിലായത്. പിന്നീട് ജീവിതം തിരിച്ചു പിടിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ ഈ ഈഗിൾ എന്ന് പറയുന്ന ഒരു കോച്ചിങ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ അവിടെ വെച്ചിട്ടും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹത്തിന് നടക്കാനുള്ള ബുദ്ധിമുട്ടും പിടിച്ചു നടക്കുന്നതൊക്കെ. ഇന്ന് ഈ ഇൻ്റർവ്യൂവിന് വന്നത് പോലും അങ്ങനെ തന്നെയാണ്. തിരിച്ചടികളില്ലാത്ത ആരാണ് ജീവിതത്തിലുള്ളത്? നമുക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ തിരിച്ചടികൾ ഉണ്ടാവും. പക്ഷെ നമ്മളെ തളർത്തുന്നത് നമ്മുടെ മാനസികാവസ്ഥയും മൈൻഡ് സെറ്റും തന്നെയാണ്. തളർന്നു പോയി എന്ന് തോന്നുന്ന ആ നിമിഷം തളർന്നു. ജീവിതത്തിൽ എന്ത് തിരിച്ചടികളുണ്ടെങ്കിലും തിരിച്ചുവരവിൻ്റെ കേരളത്തിലെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരിക്കും ഷിൻസ് എന്ന ഈ പോരാളി. ഷിൻസ് വളരെ ഇൻസ്പിറേഷനാണ് താങ്കൾ. വരും തലമുറയ്ക്കും ഇന്ന് ബിസിനസ് ചെയ്യുന്നവർക്കുമൊക്കെ ഒരു മാതൃകയാൻ പറ്റുന്ന വ്യക്തിത്വമാണ് താങ്കൾ. എന്ത് തിരിച്ചടികളുണ്ടെങ്കിലും മനസാന്നിധ്യം എന്നൊരു സാധനമുണ്ട്. പൊരുതാൻ തയ്യാറാണെങ്കിൽ തിരിച്ചു വരാനാവും എന്നുള്ള വിശ്വാസമാണ് താങ്കൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. താങ്കളുടെ പിതാവിൻ്റെ അനുഗ്രഹവും താങ്കളുടെ കുടുംബത്തിൻ്റെ ആ സപ്പോർട്ടും താങ്കൾക്കുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്കൾ കണ്ട ആ സ്വപ്നം പൂണിയട്ടെ. 100 കോടി വിറ്റുവരവും 100 എംപ്ലോയീസുമായി ഇതേ ഹോട്ട് സെറ്റിലിരുന്ന് ഒരു ഇൻ്റർവ്യൂ കൂടി ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു സാർ.